തെയ്യങ്ങളുടെ നാടായ വടക്കേ മലബാറിന് സ്വന്തമായ ഒരു തെയ്യക്കോലമാണ് മാക്കവും മക്കളും. പയ്യന്നൂർ കുഞ്ഞിമംഗലം കാടാങ്കോട്ട് തറവാട്ടിലേക്ക് ഭക്ത്യാദരവോടെ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ദൈവിക ശക്തിയുള്ള മാക്കവും മക്കളും നാടിനും നാട്ടുകാർക്കും ഐശ്വര്യം എന്നാണ് വിശ്വാസം. കുടുംബത്തിൽ വന്നു ഭവിക്കുന്ന പലതരം അനർത്ഥങ്ങൾക്ക് പരിഹാരമായും കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും മാക്കവും മക്കളും തെയ്യം കെട്ടിയാടുന്നു. പടയിൽ ജയിച്ച് ആഹ്ലാദഭരിതരായി തിരിച്ചെത്തിയ സഹോദരന്മാരോട് അവരുടെ ഭാര്യമാർ, മാക്കത്തിന്റെ നാത്തൂന്മാർ ഇല്ലാ കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എണ്ണയുമായി എത്തിയ വാണിയനുമായി മാക്കത്തിന് അവിഹിത ബന്ധമുണ്ടായെന്നും അതുകാരണം കുടുംബത്തിന് മാനക്കേടായെന്നും നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാതായെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്നാൽ 12 മാത്രം ഭാര്യ പറഞ്ഞത് വിശ്വസിച്ചില്ല. 11 പേരും ചേർന്ന് മാക്കത്തെ കൊല്ലുവാനും അതുവഴി കുടുംബത്തിനുണ്ടായ അപമാനം തീർക്കാനും തീരുമാനിച്ചു. അവർ മാക്കവും മക്കളുമായി ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു. വളരെ അകലെയുള്ള ഒരു കിണറ്റിനകത്ത് ഒരു അത്ഭുത ശക്തിയുള്ള മാന്ത്രിക വിളക്കുണ്ടെന്നും അത് കാണുവാനാണ് യാത്രയെന്നും പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. അവർ ഒരു കിണറ്റുകരയിൽ എത്തുന്നു. കിണറ്റിലേക്ക് നോക്കൂ, അതിലുള്ള അത്ഭുത മാന്ത്രിക വിളക്ക് കണ്ടാൽ കുട്ടികളുടെ വിശപ്പും ദാഹവും മാറും, എല്ലാറ്റിനും പരിഹാരമാകും എന്നൊക്കെ പറയുന്നു. കിണറ്റിലേക്ക് എത്തി നോക്കാൻ തുടങ്ങിയ മാക്കത്തെയും മക്കളെയും വെട്ടുകത്തിയാൽ കഴുത്തിൽ വെട്ടി കിണറ്റിലേക്ക് തള്ളുന്നു. പിന്നീട് ദൈവിക ശക്തിയിൽ മാക്കവും മക്കളും തെയ്യക്കോലങ്ങളായി മാറിയെന്നാണ് ഐതിഹ്യം. തോറ്റങ്ങളിലും താരാട്ടുകളിലും വേണ്ടും പോലെ ദൃഷ്ടിവെക്കാതെ അവയെ പായ്യാരങ്ങളെന്ന് പറഞ്ഞ് അപലപിക്കുന്നവർക്ക് മുന്നിൽ പ്രത്യക്ഷ തെളിവുകളാണ് ഇവിടെ എത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കൂടാതെ ഫാൻസി ലൈറ്റ്, ലോക്ക്, പ്രമുഖ ബ്രാൻഡുകളായ കൈറ്റാൻ, വേഗാർഡ്, ക്രോംപ്ടൺ തുടങ്ങിയ